നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ്. മാർക്കസ് റാഷ്ഫോർഡിന്റെ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നൗ സർപ്രൈസ് അല്ല, ഏകദേശം ദൂരെ നിന്ന് മണക്കാവുന്ന ഒരു സംഭവമാണ്. മാർക്കസ് റാഷ്ഫോർഡ് വാണ്ട്സ് ടു ലീവ് യുണൈറ്റഡ് ആൻഡ് ഡേവിഡ് ഓൺസ്റ്റീൻ ആണ് ഇതിനെക്കുറിച്ച് ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ദാറ്റ് ഹി വാണ്ട്സ് ടു മൂവ് ഔട്ട്. ഒരു ക്ലബിന് ഒരു ഇതുപോലെ തന്നെ ഒരു നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ they will consider selling റാഷ്ഫോർഡ്. ആൻഡ് ഇൻഫാക്ട് റീസെന്റ് റാഷ്ഫോർഡിന്റെ റിലേറ്റഡ് ഒരു വലിയൊരു ട്വീറ്റ്, ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഏതൊരു ട്വിറ്റർ ഹാൻഡില് റാഷ്ഫോർഡിനെ കുറിച്ച് സപ്പോർട്ടായിട്ട് പറഞ്ഞത്, റാഷ്ഫോർഡ് അത് മറിച്ച് റീപോസ്റ്റ് ചെയ്തു. യെസ്, കുറെ നാളുകളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അബ്യൂസ് ആണ്, ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാനൊന്നുമില്ല എന്ന് റാഷ്ഫോർഡ് പറഞ്ഞു. അതിന്റെ മേലിലുണ്ടായ കുറെ ഇഷ്യൂസ് ആണ്. ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പ്ലെയറിന് ഒരുപാട് സോഷ്യൽ മീഡിയ അബ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രഷർ തോന്നാം. എന്ത് പറയുന്നു, ഇവരൊക്കെ ചെറുപ്രായ പിള്ളേര് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ക്രിറ്റിസിസമാണ്. ഞാനൊക്കെ എന്താ പറയണേ, ഈ ഫുട്ബോൾ ചാനൽ നടത്തുമ്പോൾ ആൾക്കാർ രണ്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു ആങ്കറൊക്കെ നോക്കാൻ നേരത്ത് ഇവരെന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാലാണ് എനിക്ക് മനസ്സിലാവാത്തത്. റിയാക്ട് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട്, കാരണം അത്രത്തോളം ക്രിറ്റിസിസം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേറൊരു സൈഡിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെദർ യു അഗ്രി ഓർ നോട്ട്, ഭയങ്കര ഹൈ വേജസിൽ ഇരിക്കുന്ന പ്ലേയേഴ്സിനോട് സ്വാഭാവികമായിട്ട് എക്സ്പെക്ടേഷൻ കൂടുകയാണ്. അവർ സ്വാഭാവികമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അത് ക്ലബിന്റെ ഫാൻസിൽ നിന്ന് ഉണ്ടാവുന്നുള്ള യാതൊരു സംശയമില്ല. ഇൻഫാക്ട് അത് മാത്രമല്ല, അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. കൂടുതൽ ശമ്പളം വഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താൻ ക്ലബിന്റെ അല്ലെങ്കിൽ ആ ഒരു തനിക്ക് തരുന്ന റോളിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ട് നടത്തണം എന്നുള്ളത്. അതേ പ്രശ്നം തന്നെയാണ് ട്രാൻസ്ഫർ ഫീസിലും ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ഈ 100 മില്യൺ പ്ലെയർ ആണ്, അപ്പൊ അതുകൊണ്ട് 100 മില്യൺ പ്ലെയറിനെ പോലെ കളിക്കണം. ഇത് പ്ലെയേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 100 മില്യൺ ഒരു പ്ലെയറിനെ കൊടുക്കുന്നത് ആ ക്ലബും തമ്മിലുള്ള ഒരു വാല്യുവേഷനിലാണ്. പക്ഷെ ആ ഒരു പ്ലെയറിന് അതുപോലെ 100 മില്യൺ പ്ലെയറിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ റാഷ്ഫോർഡിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഹി ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയേഴ്സ് ഇൻ ദ പ്രീമിയർ ലീഗ് ഇറ്റ്സെൽഫ്. അപ്പൊ അത് തന്നെ നമുക്കൊരു ഫാക്ടറാണ്. പക്ഷെ ഹിസ് കൺസിസ്റ്റൻസി ആൻഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ആവറേജ് ഓർ ബിലോ ആവറേജ്. ആൻഡ് ഏറ്റവും വലിയൊരു, എന്നെ സംബന്ധിച്ച് റാഷ്ഫോർഡ് അല്ല, ഒരു ജനറേഷൻ ഓഫ് ഫുട്ബോളേഴ്സിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ റൂണിയൊക്കെ എമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. പക്ഷെ അവരുടെ ആ ഒരു സ്കിൽ സെറ്റ്, അവരുടെ ആ ഒരു എക്സിക്യൂഷനും ഡിസിഷൻ മേക്കിങ്ങും വേറൊരു ലെവലാണ്. അത് മനസ്സിലാക്കാണ്ട് അതേപോലെ തന്നെ എമുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇൻഫാക്ട് റാഷ്ഫോർഡ് 1-on-1 ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഫാക്ട് റാഷ്ഫോർഡ് ഒരു വിങ്ങറിനെ അല്ലെങ്കിൽ ഒരു ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആസ് എ കോച്ച് ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ അപ്പ് ഓൺ റാഷ്ഫോർഡ്, ലീവ് അവരുടെ ടീമിലെ ഒരു പ്ലെയർ ഫ്രീ, ഓപ്പൺ ആക്കി വിടുക. കാരണം പോസിബിലിറ്റി ഓഫ് റാഷ്ഫോർഡ് ഈ പറയുന്ന പോലെ ഒരാൾക്ക് കട്ട് ബാക്ക് ചെയ്ത് പാസ് ചെയ്യാൻ ഈസ് ലെസ്. ആ ഒരു ഇൻസ്റ്റിങ് ഇല്ല റാഷ്ഫോർഡിന്. ബോൾ കിട്ടിയാൽ പിന്നെ ഒരു ആറ്റിറ്റ്യൂഡും ഉള്ളത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. ഒരു കണക്കിന് നല്ലതാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ ആയി കഴിഞ്ഞാൽ ആ ഒരു അഹങ്കാരവും ആ ഒരു വാശിയും വേണം. പക്ഷെ അത് എപ്പോഴും അത് സക്സസ്ഫുൾ ആവാണ്ടിരിക്കുമ്പോഴും പിന്നെ എപ്പോഴും പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടും. ഇപ്പൊ ഉദാഹരണത്തിൽ ഞങ്ങളുടെ ചെൽസിയിൽ ഞങ്ങളുടെ മനോഹരമായ ഒരു പ്ലെയർ ഉണ്ട്, റഹീം സ്റ്റേർലിങ്ങിനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊലവിളിച്ച് ഒരു പരുവത്തിലാക്കി കഴിഞ്ഞു. 1-on-1 വിത്ത് ഗോൾ കീപ്പർ, ഇപ്പുറത്തൊരു പ്ലെയർ ഫ്രീ ആണ്, എന്നാലും താൻ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യു നെവർ ട്രൈ ടു പാസ്. ആൻഡ് ഇഫ് യു ഡോണ്ട് പാസ്, പിന്നെ എങ്ങനെയാണ്, ഹൗ വിൽ ദ ടീം ഗോ ഫോർവേഡ്? ആൻഡ് ഇൻഫാക്ട് റഹീം സ്റ്റേർലിംഗ് വേറൊരു എക്സാമ്പിൾ ഓഫ് സെൽഫിഷ്നെസ്. എനിവേ, ഈ വീഡിയോ റഹീം സ്റ്റേർലിങ്ങിനെ കുറിച്ചുള്ള ആൻഡ് ആ ഒരു സെൽഫിഷ്നെസ്സും ലാക്ക് ഓഫ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ടീമിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇഷ്യൂസും, പിന്നെ മന്ത് ഓൺ മന്ത് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗോൾ ടാലി നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഇറിറ്റേറ്റഡ് ആവും, അവരുടെ ഫ്രസ്ട്രേഷൻസ് ഷെയർ ചെയ്യും. ആ ഫ്രസ്ട്രേഷൻസ് തനിക്ക് താങ്ങാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് ഇതെല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആൻഡ് പോകുന്നത് PSG യിലേക്ക്. PSG സ്വാഭാവികമായിട്ട് എംബാപ്പെ ഇറങ്ങിയാണ്. ആൻഡ് PSG യിലേക്ക് പോയി കഴിഞ്ഞാലും ഐ എം റിയലി സർപ്രൈസ്ഡ്. കാരണം ഇങ്ങാനും PSG യിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വുഡ് യു ഫിറ്റ് ഇൻ ടു ദാറ്റ് സിസ്റ്റം? ഇറ്റ് വിൽ നോട്ട് ബി ഈസി. നമുക്ക് ഈ പറയുന്ന പോലെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരുപാട് ഹൈ വേജ് ആണ്. അത്രയും വേജ് താങ്ങാനായിട്ടുള്ള ക്ലബ്ബുകൾ തന്നെ ഇപ്പൊ ലോകത്ത് വളരെ കുറവാണ്. അപ്പൊ PSG മൈറ്റ് ബി ദ ക്ലോസസ്റ്റ്. എന്നാലും റിയൽ മാഡ്രിഡിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബാർസലോണയും പോവില്ല. പിന്നെയുള്ള ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോ സത്യം പറഞ്ഞാൽ ആ വേജ് അഫോർഡ് ചെയ്യാനുള്ളത് PSG ഉള്ളൂ. പിന്നെ ഉള്ളത് പ്രീമിയർ ലീഗ് റൈവൽസ് ആണ്. അതിൽ ഒരുപാട് പേര് ആൾക്കാർ ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് റാഷ്ഫോർഡിനും ചിലപ്പോൾ പോകണം താല്പര്യം ഉണ്ടാവില്ല. സോ എല്ലാം കൂടെ ചേർന്ന് നോക്കാൻ നേരത്തെ ദി ഓൺലി ഓപ്ഷൻ ഇസ് PSG. പക്ഷെ PSG യിലേക്ക് പോകുമ്പോൾ PSG ട്രാൻസ്ഫർ ഫീസ് തരണം, അത് നോക്കണം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇറ്റ് ബി പ്രെറ്റി ഇൻട്രസ്റ്റിംഗ് എന്താണ് ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസ് എങ്ങനെ അൺഫോൾഡ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ തോട്ട്സ് ഓൺ ദ റാഷ്ഫോർഡ് ട്രാൻസ്ഫർ സാഗ, ഡു ലെറ്റ് മീ നോ ഗൈസ്. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.